നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അറബ് രാജ്യങ്ങളോട് തീർത്താൽ തീരാത്ത പകയോടെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് നിൽക്കുന്നു. അമേരിക്കയുമായി ചേർന്ന് ഇറാനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇല്ലായ്മ ചെയ്യാൻ തുനിഞ്ഞാൽ അയൽ രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ള വെല്ലുവിളിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് IRGC. അറബ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ എത്രയും പെട്ടെന്ന് പൊളിച്ചുകൊണ്ടു പോകാൻ ആ രാജ്യങ്ങൾ താക്കീത് കൊടുക്കണം എന്നുള്ള വെല്ലുവിളിയൊക്കെയാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം അത് ഇറാനെ എല്ലാ കാലത്തും ഒരു ഭീതിയോടെയാണ് കാണുന്നത്. ഇറാനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളിലൊക്കെ സൈനിക താവളങ്ങൾ അമേരിക്ക കെട്ടിപ്പൊക്കിയിരിക്കുകയാണ് എന്ന് IRGCക്ക് അറിയാം. ഈ സൈനിക കേന്ദ്രങ്ങളെല്ലാം പൊളിച്ചു നീക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇറാൻ. അതുകൊണ്ട് ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് നേരെ ശക്തമായ പ്രതികരണങ്ങളും ആക്രമണങ്ങളുമായിട്ട് ഇറാൻ നിലനിൽക്കുന്നത്. ഇറാനെ സാമ്പത്തികമായി തകർക്കാനുള്ള അമേരിക്കൻ നീക്കത്തിൽ അയൽ രാജ്യങ്ങൾ പങ്കാളികളായാൽ അവരെ ശത്രു രാജ്യങ്ങളായി കണക്കാക്കും എന്നാണ് IRGCയുടെ വെല്ലുവിളി. അവരുടെ താൽപ്പര്യങ്ങൾ ലക്ഷ്യമിടുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായിയാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത്. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷനായ IRIBക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു റായിയുടെ മുന്നറിയിപ്പ്. അമേരിക്കയുടെ സാമ്പത്തിക യുദ്ധത്തിൽ പങ്കാളികളാകരുതെന്ന് എല്ലാ അയൽ രാജ്യങ്ങളോടും ഞങ്ങൾ പറയുകയാണ്. അങ്ങനെ ചെയ്താൽ അവരെ ഞങ്ങൾ ശത്രു രാജ്യങ്ങളായി കണക്കാക്കും എന്നായിരുന്നു റസായിയുടെ മുന്നറിയിപ്പ്. ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പ്രസ്താവന. സമീപ രാജ്യങ്ങളോടുള്ള ഇറാന്റെ സമീപനം 3 ഘട്ടങ്ങളുള്ള തന്ത്രമാണെന്നും റസായി വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കും. തുടർന്ന് സൗഹൃദപരമായ ഭാഷയിൽ അവരെ അമേരിക്കയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും എന്നായിരുന്നു റസായി പറഞ്ഞത്. അമേരിക്കയുടെ പക്ഷത്ത് തുടർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് നിലപാട് പുനഃപരിശോധിക്കാൻ സമയം നൽകുമെന്നും എന്നാൽ 3ാം ഘട്ടത്തിൽ നിശ്ചയമായും നടപടി സ്വീകരിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ സൈനിക നടപടികൾ തുടരുന്നതിനിടെ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിച്ച് ഇറാനിലെ ആഭ്യന്തര ഐക്യം തകർക്കാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് റസായി ആരോപിച്ചു. സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെ നമ്മുടെ ഐക്യം തകർക്കാനും ജനങ്ങളെ തെരുവിലിറക്കാനും അവർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്കൻ F-35 യുദ്ധവിമാനങ്ങളുടെ ദൗത്യത്തിന് സഹായകമാകും എന്നാണ് അവരുടെ കണക്കുകൂട്ടലെന്നും റസായി പ്രതികരിച്ചു. അമേരിക്ക പ്രഖ്യാപിച്ച പുതിയ സാമ്പത്തിക നടപടികൾ ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യങ്ങളിലേക്കുള്ള അതിർത്തി കടന്ന പരമാധികാര പ്രയോഗമാണെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിച്ചിരുന്നു. ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന അമേരിക്കയുടെ നീക്കത്തെയും ഇറാൻ ശക്തമായി അപലപിച്ചു. പുതിയ ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതോടൊപ്പം ഇറാന്റെ പ്രധാന വ്യാപാര പങ്കാളികളായ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും ബാധിക്കുമെന്നും ഇറാന്റെ പ്രതികരണം. അതേസമയം ട്രംപിന്റെ നടപടികൾക്ക് പിന്തുണ നൽകിയ യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള അമേരിക്കൻ സഖ്യകക്ഷികളെയും ഭാവിയിൽ ആക്രമണ ലക്ഷ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഇറാൻ പരിഗണിക്കുന്നതായി ചില മാധ്യമങ്ങളും റിപ്പോർട്ട് പുറത്തുവിട്ടു. ഇതിനിടെ ഭൂഗർഭ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രം സന്ദർശിച്ച് രാജ്യത്തിന്റെ മിസൈൽ ശേഷി കൂടുതൽ ശക്തിപ്പെട്ടതായി ഇറാന്റെ സായുധ സേനാ മേധാവി അബ്ദുല്ലാഹി അവകാശപ്പെട്ടു. മുൻപത്തേക്കാൾ മികച്ച ശേഷിയിലും ഗുണമേന്മയിലും അളവിലും ഈ കേന്ദ്രത്തിന് ആയുധങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നുണ്ടെന്നും ഇദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ ആക്രമണങ്ങൾ ഇറാന്റെ നാവിക വ്യോമസേനകൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയെങ്കിലും എണ്ണക്കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടുത്താനും പ്രാദേശിക എതിരാളികളെ ആക്രമിക്കാനും മതിയായ മിസൈൽ ഡ്രോൺ ശേഷി ഇറാൻ ഇപ്പോഴും ഉണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ നിരവധി അയൽ രാജ്യങ്ങൾ പുതിയ പ്രാദേശിക സുരക്ഷാ സംവിധാനങ്ങളെയും സാമ്പത്തിക സഹകരണത്തെയും കുറിച്ച് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടെന്ന് പാർലമെന്റ് സ്പീക്കർ ഖാലിബാഫ് വ്യക്തമാക്കി. അമേരിക്ക ഇസ്രയേലിന്റെ താൽപര്യത്തിനായി സ്വന്തം സഖ്യരാജ്യങ്ങളുടെ സുരക്ഷ പോലും അപകടത്തിലാക്കുകയാണെന്നും സ്വതന്ത്രമായ പ്രാദേശിക സംവിധാനങ്ങളിലൂടെ മാത്രമേ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാനാകൂവെന്നും ഖാലിബാഫ് വ്യക്തമാക്കി. ഇറാൻ ഇപ്പോൾ ചുറ്റുമുള്ള രാജ്യങ്ങളോടും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളോടും എല്ലാം അങ്ങ് കലിപ്പ് പൊട്ടി നിൽക്കുകയാണ്. ഇവരെല്ലാവരും അമേരിക്കയെ പിന്തുണയ്ക്കുന്നുവെന്നാണ് ഇറാൻ വാദിക്കുന്നത്. ബ്രിട്ടനും ഫ്രാൻസും ഇസ്രയേൽ നടത്തുന്ന കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകാനും സഹകരിക്കാനും മനഃപൂർവ്വം തീരുമാനിച്ചിരിക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി കാസിം ഖാരിബാബാദി പറഞ്ഞു. ഇസ്രയേലാണ് യുദ്ധത്തിന്റെ കാരണഹേതുവെന്നും അമേരിക്കയെ യുദ്ധത്തിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത് ഇസ്രയേലാണ് എന്നും ഇദ്ദേഹം വാദിക്കുന്നു. തുടർച്ചയായി
ആയുധങ്ങൾ അയച്ചുകൊണ്ടും വിവിധ തരത്തിൽ പിന്തുണ നൽകിക്കൊണ്ടും ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങളിൽ ബ്രിട്ടനും ഫ്രാൻസും പങ്കാളികളാകുകയാണെന്ന് ഇദ്ദേഹം പറഞ്ഞു. സാഹചര്യത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നു എന്ന വാചകത്തിന് പിറകിൽ ബ്രിട്ടനും ഫ്രാൻസും മറഞ്ഞിരിക്കുന്നു എന്നും ഇദ്ദേഹം വാദിക്കുന്നു. ഇസ്രയേലിന്റെ നയം വംശീയ ഉന്മൂലനത്തിലേക്കും പലസ്തീനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്നതിലേക്കും നയിക്കുന്നതായി ചൂണ്ടിക്കാണിച്ച് 100-ലധികം ബ്രിട്ടീഷ്, ഫ്രഞ്ച് മുൻ നയതന്ത്രജ്ഞർ ഒരു കത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് ഖാരിബാബാദി എക്സ് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. ആയുധ കൈമാറ്റം നിർത്തലാക്കുക, കുടിയേറ്റക്കാരുമായുള്ള വ്യാപാരം നിരോധിക്കുക, ഹേഗ് കോടതികളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നിവയുൾപ്പെടെ കൃത്യമായ നടപടി സ്വീകരിക്കാൻ ഈ നയതന്ത്രജ്ഞർ ബ്രിട്ടനോടും ഫ്രാൻസിനോടും അവകാശപ്പെട്ടുവെന്നും ഇറാൻ വിദേശകാര്യ സഹമന്ത്രി എക്സ് പോസ്റ്റിൽ പറഞ്ഞു. ഇസ്രയേലിനെതിരെ ഫ്രാൻസും ബ്രിട്ടനും സംയുക്ത ഉപരോധം ചുമത്തണം എന്ന ആവശ്യവുമായി ഇരു രാജ്യങ്ങളുടെയും 102 മുൻ നയതന്ത്ര പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം തുറന്ന കത്തെഴുതിയിരുന്നു. ഇതിനെക്കുറിച്ചാണ് ഖാരിബാബാദി തന്റെ എക്സ് പോസ്റ്റിൽ പറഞ്ഞത്. യുദ്ധക്കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും ഉത്തരവാദികളായവരെ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാക്കണമെന്ന് കത്തിൽ മുൻ നയതന്ത്രജ്ഞർ ഫ്രാൻസിനോടും ബ്രിട്ടനോടും ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരം നടപടികളിലേക്ക് പോയാലേ ബ്രിട്ടീഷ്, ഫ്രഞ്ച് സർക്കാരുകൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്ന ആരോപണത്തിന് മറുപടി പറയാൻ സാധിക്കുമെന്നും കത്തിൽ മുൻ നയതന്ത്രജ്ഞർ പറഞ്ഞിരുന്നു. ഐക്യരാഷ്ട്രസഭയിലെ മുൻ ബ്രിട്ടീഷ് അംബാസഡർമാരായ ജെറമി ഗ്രീൻസ്റ്റോക്ക്, എമിർ ജോൺസ് പാരി, മുൻ ഫ്രഞ്ച് മിഡിൽ ഈസ്റ്റ് ഡയറക്ടർമാരായ യെവ്സ് ഓബിൻ, ഡെനീസ് ബൗച്ചാർഡ് എന്നിവരടക്കമുള്ളവരായിരുന്നു കത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. 2025 പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച ഫ്രാൻസും ബ്രിട്ടനും പലസ്തീൻ ജനതയുടെ സ്വയം നിർണയ അവകാശം സംരക്ഷിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ ഒപ്പിട്ടവർ പറഞ്ഞിരുന്നു. മനുഷ്യാവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി ഇസ്രയേലിനെതിരായ വിവിധ കരാറുകൾ അവസാനിപ്പിക്കാനും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. യൂറോപ്യൻ യൂണിയൻ ഇസ്രയേൽ അസോസിയേഷൻ കരാറും UK ഇസ്രയേൽ വ്യാപാര പങ്കാളിത്ത കരാറും താൽക്കാലികമായി നിർത്തിവെക്കുന്നതടക്കമുള്ള 7 നടപടികൾ സ്വീകരിക്കാൻ ബ്രിട്ടനും ഫ്രാൻസും തയ്യാറാകണം എന്നായിരുന്നു കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇസ്രയേലിലേക്കും തിരിച്ചുമുള്ള ആയുധ കൈമാറ്റവും ഉഭയകക്ഷി സൈനിക സഹകരണവും താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലി കുടിയേറ്റക്കാരുമായുള്ള എല്ലാ വ്യാപാരങ്ങളും നിരോധിക്കാനും ഇരു സർക്കാരുകളും തയ്യാറാകണമെന്നും ഈ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ മുൻ നയതന്ത്രജ്ഞർ ഒപ്പുവെച്ച ഈ കത്ത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഇസ്രയേലിന് നേർക്ക് തിരിഞ്ഞിരിക്കുന്നത്. ഇസ്രയേൽ ജൂതരാഷ്ട്രം എന്നതിനപ്പുറത്തേക്ക് ഒരു രാക്ഷസ രാജ്യമായി മാറിയിട്ടുണ്ട് എന്നും മുസ്ലിങ്ങളുടെ, പ്രത്യേകിച്ച് പലസ്തീനികളുടെ വംശീയ ഉന്മൂലനമാണ് അവരുടെ ലക്ഷ്യമെന്നും എന്നാൽ ഇറാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം അതിനനുവദിക്കില്ല എന്നുമാണ് ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്തായാലും അറബ് രാജ്യങ്ങളുമായി കൊമ്പുകോർത്ത് നിൽക്കുന്ന ഇറാനുമായിട്ട് ചർച്ചകൾക്ക് ഒമാൻ ഇപ്പോൾ തയ്യാറായിരുന്നു. ഒമാനിലെ ഉദ്യോഗസ്ഥർ ഇറാനുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജിയും തമ്മിൽ ടെലിഫോണിൽ ഒരു സംഭാഷണം നടത്തിയിരുന്നു. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങൾ ചർച്ചയിൽ പ്രധാന വിഷയമായി. മേഖലയിലെ തർക്കങ്ങൾ പരിഹരിക്കാനും വിവിധ വിഷയങ്ങളിൽ സമാധാനപരമായ ചർച്ചകൾ പുനരാരംഭിക്കാനും അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കേണ്ടതുണ്ടെന്ന് ഇരു നേതാക്കളും പറഞ്ഞു. എല്ലാ കക്ഷികളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താൻ ഒമാനും ഇറാനും ഒരുപോലെ ശ്രമിക്കുമെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആഗോള എണ്ണ വ്യാപാരത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങളും മന്ത്രിമാർ വിശദമായി ചർച്ച ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി കടലിടുക്കിലൂടെയുള്ള സ്വാതന്ത്ര്യവും സുരക്ഷിതവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കണമെന്നും ഇതിനായി പ്രായോഗികമായ ധാരണയിൽ എത്തുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ തുടരുമെന്നും ഇരു മന്ത്രിമാരും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഭരണകൂടങ്ങൾ തമ്മിൽ ചർച്ചകൾ നടത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഹോർമുസിൽ IRGC ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരാണ് യുദ്ധവും ആക്രമണവുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. IRGC ആണ് പിടിച്ചുകെട്ടേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.